എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു. നിനക്ക് രാജുവിനോടുള്ള സ്നേഹം സഹോദര തുല്യമാണ്, രാമുവിനോട് വെറുപ്പും, അല്ലേ? ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നിന്റെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദി? രാജു ആണോ? അല്ല സാർ, രാജുവേട്ടൻ നല്ലതല്ലാത്ത വിധം ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. പിന്നെ ആരാണ്? മടിക്കാതെ പറയൂ. ഗോപിയേട്ടൻ. അതായത് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ, അല്ലേ? അതെ. ഗോപി നിന്നെ വിശ്വസിക്കാതിരിക്കാൻ കാരണം? എനിക്കറിയില്ല. ശരി, ആവശ്യപ്പെട്ട സ്റ്റേഷനിൽ വരണം. ശരി. ഗോപി അല്ലേ? അതെ. ഇരിക്കൂ, ഇരിക്കും മിസ്റ്റർ ഗോപി. സുഹൃത്തുക്കളെ പോലെ നമുക്കിരുന്ന് സംസാരിക്കാം. കാക്കിയെടുത്തിന് പുറത്തു വരുമ്പോഴല്ലേ ഇതൊക്കെ സാധിക്കൂ. താങ്ക് യു സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗോപി ഗ്രാജുവേറ്റ് അല്ലേ? അതെ. SI സെലക്ഷൻ പോവാമല്ലോ. അപ്ലൈ ചെയ്തിട്ടുണ്ട് സർ. വെരി ഗുഡ്. സാർ എന്നെ വിളിപ്പിച്ചത്? ഓ, വിളിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലല്ലേ? പറയാം. Come on, have it. No, thanks. ഗോപി, തെറ്റ് ചെയ്യാത്തവരാരും മനുഷ്യരാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മളാരും ദേവന്മാരില്ലല്ലോ. ഗോപിക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലല്ലേ? ചെയ്ത തെറ്റാണെന്ന് തോന്നിയാൽ അത് തിരുത്തണം കൂടിയാണ് മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഗോപി എന്ത് പറയുന്നു? അതെ, ഗോപി ഒരു തെറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഗോപി മജ്ജിയ മാംസമുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്തത് തെറ്റാണെന്ന് ഗോപിക്ക് തോന്നാറുണ്ടല്ലേ? തിരുത്തണമെന്നും ആഗ്രഹമുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നിട്ടും തിരുത്താൻ വൈകുന്നത് കുറേയേറെ സംശയങ്ങളുള്ളതുകൊണ്ടാണല്ലേ? ഒരു മറവും കൂടെ സംസാരിക്കാൻ വേണ്ടിയാണ് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം തന്നെ ഞാൻ ഗോപിയെ വിളിപ്പിച്ചത്. സ്വന്തം ചേട്ടനോടെന്ന പോലെ ഗോപിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം. ഞാൻ കുറേയേറെ കുറ്റക്കാരനാണ് സാർ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഞാൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ ഞാൻ ശരിയായി ഉറങ്ങിയിട്ട് പോലില്ല സാർ. അതുകൊണ്ടായിരിക്കും ഗോപി ഒരു മാസം ലീവ് എടുത്തതല്ലേ? ഗോപിക്കും എനിക്കും പോലീസുള്ള ജോലി. ഒരു കള്ളന് വേണ്ടി വാദിക്കണമെന്ന് കരുതരുത്. എന്റെ അധികാരപരിധിയിൽപ്പെട്ട ഗ്രാമത്തിൽ നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കുന്ന 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിലൊരുത്തൻ ഗോപിയെ പോലെ ഗ്രാജുവേറ്റ് ആണ്. മറ്റവൻ വളർന്ന ചുറ്റുപാട് മഹാവൃത്തികെട്ടത്. ഇത്രയും മനസ്സിലാക്കിയത് 3 വർഷം സ്റ്റേഷനിൽ ഇരുന്ന് തന്ന ഓർമ്മ വേണം. സാറ് പറയുന്നത് അമ്മാവന്റെ മന നിലയിൽ ഗിരിജയുടെ വീട്ടിൽ രാജു രാമും താമസിച്ചിരുന്നു. രാമു ആദ്യം ഭയം കൊണ്ട പെൺകുട്ടി രാജു അമ്മാവന്റെ മകനെ സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ ദിവസം കഴിയുന്നവരും ഒരു സഹോദരന്റെ സ്നേഹമാണ് അവൾക്ക് അയാളിൽ നിന്നും കിട്ടിയത്. എന്നാൽ രാമു തന്റെ സ്ഥിര സ്വഭാവം ആ വീട്ടിലും കാണിക്കാൻ തുടങ്ങി. അവന്റെ ഇരയാകുമായിരുന്ന ഗിരിജയെ രാജുവാണ് രക്ഷിച്ചത്. അതോടെ അവർ തമ്മിലുള്ള ബന്ധവും തകർന്നു. സത്യമാണ്, പോലീസ് റെക്കോർഡിൽ രാജു ഒരു കൊലപാതകത്തിനോ ബലാത്സംഗത്തിനോ മുതിർന്നതായി കാണാൻ പറ്റില്ല. പക്ഷെ രാമു ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്ന കൊലയാളിയാണ്. കള്ളന്മാരുടെ കൊലപാതകങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരുപക്ഷെ രാജുവിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളും കള്ളനാകുമായിരുന്നു. സത്യത്തിൽ ഇപ്പോൾ നിങ്ങളാണ് കള്ളൻ. ഞാൻ തുറന്നു പറയട്ടെ, മനസ്സിലാക്കുകയാണെങ്കിൽ ഗിരിജയോട് ഒരു മാപ്പ് ചോദിക്കൂ. നിങ്ങളുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. അല്ല എന്ന് ഗോപിക്ക് പറയാനാവില്ലല്ലോ. പുറത്ത് അകത്ത് അകത്തായി. നീ പുറത്തു വരേ വേണ്ടു. കഷ്ടം. എന്തോന്ന് കഷ്ടം? അവൻ ചെലവില്ലാതെ കുട്ടിയുണ്ടാക്കിയ പാർട്ടിയാ.
എന്താടാ പറഞ്ഞു? എന്നോട് ക്ഷമിക്കൂ ഗിരിജെ, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. സാരമില്ല ഗോപിട്ട, ഗോപിയേട്ടന് വേണ്ടിയല്ലാതെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ വേദനിക്കുക? ഗോപിട്ട, ഗിരിജെ